നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി ശൂന്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മോറിയ മലയുടെ മുകളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു സമ്മാനം ഒരുക്കി വെച്ചിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി നമ്മുടെ മക്കൾ പിൻവലിയുമ്പോൾ, ഉൾവലിയുമ്പോൾ, സമൂഹത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ പറഞ്ഞു പഠിപ്പിക്കണം, ദൈവമായ കർത്താവ് നിനക്കിത് തരും. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ മക്കൾ കടന്നു പോകുമ്പോൾ അവർ കൂടുതൽ വിശ്വാസത്തിൽ മുന്നേറുവാൻ വേണ്ടി തുടങ്ങും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം 7-ാമത്തെ തിരുവചനങ്ങൾ. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുന്നോട്ട് പോയി. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അതിതാണ്, നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാവാം. അവർ പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, +2 ഒക്കെ കഴിഞ്ഞ്, SLC ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അവർ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മാതാപിതാക്കന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? നമുക്ക് പഠിക്കാനുള്ള സമ്പത്ത് എവിടെ? പഠിക്കാനുള്ള സാഹചര്യങ്ങൾ എവിടെ? എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം പറയാണ്, നിങ്ങളെ മക്കളെ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, ദൈവം തന്നെ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലെയും പ്രതിസന്ധികളെയും കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കും, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? എങ്ങനെ ഈ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യമാണ്, ദൈവം തന്നെ നമുക്ക് തരും. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ അറിയുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു സംഭവമുണ്ട്. ആ കുടുംബത്തിലെ കൊച്ച് +1 പഠിക്കുന്ന ഒരു സമയമായിരുന്നു. സ്കൂളിലൊക്കെ കുറേ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഇവൻ ചെടികൾ നടുന്നതും പച്ചക്കറികൾ നടുന്നതും അതെങ്ങനെ വളർത്താമെന്നൊക്കെ ഇവൻ പഠിച്ചു. ഒരു ദിവസം ഇവൻ അയൽവക്കത്തെ, ഇവരുടെ കുടുംബത്തോട് ചേർന്നുള്ള അയൽവക്കത്തെ കുറച്ച് സ്ഥലമുണ്ട്, ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അതിലിവൻ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാട് പിടിച്ചിരുന്ന സ്ഥലമാണ്. അവൻ ഒരു ദിവസം സ്കൂളൊക്കെ വിട്ട് വന്ന് വൃത്തിയാക്കി അത് മനോഹരമായ ഒരു കൃഷി സ്ഥലമാക്കി എടുത്തു. അതിൽ ചെറിയ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ പച്ചക്കറികളുണ്ടായി. പയറൊക്കെ നല്ല വിളഞ്ഞു നിൽക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്കും അയൽവക്കത്തെ ആളുകൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ആ സ്ഥലം ആ കുടുംബക്കാർ കയ്യേറി അത് കൃഷി ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് എന്ത് ചെയ്തു, ആ പച്ചക്കറികളെല്ലാം പറിച്ചു കളഞ്ഞു. ഈ കൊച്ച് സ്കൂൾ വിട്ട് വെള്ളം ഒഴിക്കുവാൻ വേണ്ടി ഈ കൃഷിയിടത്തിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? അവൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ ആ കൃഷികളെല്ലാം, പയറുകളെല്ലാം നശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൻ ഒരുപാട് വിഷമമായി. അവൻ വേദനിച്ചു, കരഞ്ഞു, നിലവിളിച്ചു. അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളെ കടന്നുപോയി. ഇത് കണ്ട അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല. ആ അമ്മ എന്ത് ചെയ്തു? അവനെ ആശ്വസിപ്പിച്ചു. പക്ഷേ ആ ആശ്വാസവാക്കുകളൊന്നും അവൻ്റെ മനസ്സിൻ്റെ വിഷമത്തെ തടയാൻ പറ്റിയില്ല. അപ്പോൾ ഉടനെ തന്നെ അമ്മ എന്ത് ചെയ്തു? വീട്ടിലേക്ക് കയറിപ്പോയി തിരിച്ചു വന്ന് ബൈബിൾ എടുത്ത് മോനെ വെച്ച് തുറന്നു. വിശുദ്ധന്തം അവർ കിട്ടിയതാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഞാൻ സ്വന്തമായി തരുമെന്ന് പറയുന്ന വചനഭാഗമാണ്. ഇസ്രായേൽ ജനത്തോട് കാനാൻ ദേശത്തെ നോക്കി ദൈവം പറയുന്നൊരു വചനമാണ്, ഈ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമായി തരും. സ്നേഹം പറഞ്ഞ ആ കുടുംബം, ആ മകൻ കടന്നുപോയ ഒരു വിഷമത്തിൻ്റെ അവസ്ഥയിൽ അമ്മ അവന് കൊടുത്തൊരു ബോധ്യമുണ്ട്, ദൈവം നമുക്ക് തരും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബത്തിലെ ചില കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, എനിക്കെങ്ങനെ പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റും? എങ്ങനെ എനിക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി പറ്റും? ഞാൻ ആ കോഴ്സിന് ചേർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അല്ലെങ്കിൽ ഞാനൊരു വിദേശത്തേക്ക് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്, അതിനുള്ള പൈസ എവിടുന്ന് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ട ഒരു വിശ്വാസം ഇതാണ്, ദൈവമായ കർത്താവ് തന്നെ നമുക്ക് തരും. ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധം പറയാൻ അവർ ഒരുമിച്ച് മുന്നോട്ട് പോയി.
വിശുദ്ധ കൃത്യം പറഞ്ഞു വയ്ക്കുകയാണ്, അവർ ഒരുമിച്ച് മുന്നോട്ട് പോയി. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സാധാരണ എന്ത് ചെയ്യും? നമ്മൾ അകന്നു പോകും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകന്നു പോയിട്ട് എന്ത് ചെയ്യും? വ്യത്യസ്തമായ രീതികൾ സഞ്ചരിക്കാൻ തുടങ്ങും. വിശുദ്ധ ഗ്രന്ഥം പറയാണ്, അവരുടെ ഈ പ്രശ്നത്തിലും പ്രതിസന്ധികളും എന്ത് ചെയ്തു? അപ്പനും മകനും ഒരുപോലെ മുന്നോട്ട് പോയി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ ഒരു വിശ്വാസം നമുക്ക് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, അവർ മോറിയ മലയിലേക്ക് പോകുമ്പോൾ മകൻ്റെ തലയിൽ വിറകുണ്ടായിരുന്നു. ചില ഭാരങ്ങളൊക്കെ വഹിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. പഠനത്തിൻ്റെ, ജോലി സാധ്യതയിലൂടെ, ജോലിയില്ലായ്മയുടെ ഒരുപാട് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ഇവരിങ്ങനെ മല കയറുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, ഇതെങ്ങനെ സംഭവിക്കും? ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും? അപ്പോൾ നമ്മൾ അവരോട് പറയണം, ദൈവം തന്നെ നമുക്ക് തരുമെന്ന്. ഞാൻ അറിയുന്ന ഒരു കുടുംബമുണ്ട്. ഒരു കൊച്ച് PC ടെസ്റ്റിങ്ങിന് എഴുതിക്കൊണ്ടിരിക്കുക. ഒരുപാട് ടെസ്റ്റുകൾ എഴുതി പരാജയപ്പെട്ടു, വീണ്ടും ടെസ്റ്റുകൾ എഴുതി പരാജയപ്പെട്ടു. അപ്പോൾ അവനിങ്ങനെ നിർത്താൻ വേണ്ടി പോവുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഈ മോറിയ മലമുകളിൽ ശൂന്യമായ പാറക്കെട്ടുകളുള്ള മോറിയ മലമുകളെ പോലെ അവൻ ജീവിതത്തിൻ്റെ ഭാവിയെ നോക്കിയിട്ട് പറഞ്ഞു, ഞാനിനി പറ്റൂല, ഞാൻ മടുത്തു. അപ്പോൾ അവൻ്റെ അപ്പം പറഞ്ഞൊരു കാര്യം, മോനെ കുഴപ്പമില്ല, നീ ഇനി എഴുതിക്കോ, ദൈവം നമുക്ക് തരുമെന്ന്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കാണുന്ന പച്ചപ്പില്ലാത്ത പാറകളുള്ള മോറിയ ജീവിതത്തിൻ്റെ ഭാവിയെ നോക്കി, മോറിയ മലമുകളാകുന്ന ഭാവിയെ നോക്കി നമ്മൾ പലപ്പോഴും പിന്തിരിയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ നോക്കി പറയണം, ആ മലയുടെ മുകളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു സമ്മാനം കരുതി വച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി നമ്മുടെ മക്കൾ പിൻവലിയുമ്പോൾ, ഉൾവലിയുമ്പോൾ, സമൂഹത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ അവരെ പറഞ്ഞു പഠിപ്പിക്കണം, ദൈവമായ കർത്താവ് നിനക്കിത് തരും എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കണം. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ മക്കൾ കടന്നു പോകുമ്പോൾ അവർ കൂടുതൽ വിശ്വാസത്തിൽ മുന്നേറുവാൻ വേണ്ടി തുടങ്ങും. ഈ അബ്രാവും മകനും മോറിയ മകനും മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, മകനെ വധിക്കുവാൻ അബ്രാം കത്തി ഉയർത്തിയപ്പോൾ ദൈവം അവനോട് പറയാം, അബ്രാമേ, മകനെ തുടരുത്. അവന് പകരമായി മുൾച്ചെടികൾക്കിടയിൽ ഉടക്കിക്കിടന്ന ഒരാടിനെ ദൈവം കരുതി വച്ചിരുന്നു. നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി ശൂന്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മോറിയ മലയുടെ മുകളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു സമ്മാനം ഒരുക്കി വെച്ചിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, ഒരുമിച്ച് കുടുംബത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, നിങ്ങൾ ഭാവിയിൽ ശൂന്യമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സമ്മാനം കരുതി വച്ചിരിക്കും. ആ മലയ്ക്ക് അവരിട്ട പേരാണ് യാഹുവേയിരെ. ദൈവം യാഹുവേയിരെ എന്ന സ്ഥലത്തിന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടവർക്ക് പ്രദാനം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ പറയണം, നമ്മളെ ദൈവത്തെ നോക്കിയിട്ട് എനിക്ക് വേണ്ടത് എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് തരുമെന്ന്. എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും വേണ്ട കാര്യം ദൈവം തരുമെന്ന് നമ്മൾ പതുക്കെ നമ്മളെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. അത് നമ്മൾ ചെറുപ്പം മുതൽ പറഞ്ഞു പഠിപ്പിക്കണം. അവർക്കൊരു ഒരു വർത്താനം പറയുന്ന കാലഘട്ടം മുതൽ അവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. ഈ വിശ്വാസം അവർ ഹൃദയത്തിലേക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങണം. പലപ്പോഴും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. നമ്മൾ ആകുലപ്പെടുകയും ചെയ്യുന്നു. മാതാപിതാക്കന്മാരെന്തും മക്കളെക്കാൾ കൂടുതൽ ആകുലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ കൊച്ചിനെ എങ്ങനെ ഫീസ് അടയ്ക്കും, എൻ്റെ കൊച്ച് ഏത് കോഴ്സിന് ചേരും എന്നൊക്കെ ആകുലപ്പെടാതെ ദൈവത്തിൽ നിങ്ങൾ ആശ്രയം വെച്ച് പറയണം, ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബത്തിന് ഇത് തരുമെന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളെല്ലാം പുതിയ സ്കൂളുകളിലേക്ക്, പുതിയ ക്ലാസ്സുകളിലേക്ക്, പുതിയ കോഴ്സുകൾക്ക്, പുതിയ നാട്ടിലേക്കൊക്കെ പോകാൻ ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അവരുടെ ഭാവിയെ നോക്കി ചിലപ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും, നമ്മളെ ആര് സഹായിക്കും,
ഇതിനുള്ള സാമ്പത്തിക സ്ഥിതികൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മാതാപിതാക്കളന്മാരായ നിങ്ങൾ പറയണം, ദൈവമായ കർത്താവ് നമുക്കിത് തരും മകനെ, ദൈവമായ കർത്താവ് നമുക്കിത് തരും മകളെ എന്ന് നമ്മൾ വിശ്വാസത്തോടുകൂടി നമ്മൾ പറയണം. ഈ വിശ്വാസത്തോടുകൂടി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭാവിയിൽ ശൂന്യമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നും സംഭവിക്കില്ല, നടക്കില്ല, അസാധ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മേൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം കരുതി വച്ചിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നമ്മുടെ കുടുംബത്തെ, വിശ്വാസത്തെ, മക്കളെ വിശ്വാസത്തിൽ വളർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.